ഹായ് ഫ്രണ്ട്സ്, വെറും 70 ലക്ഷം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനുള്ള ഫ്രണ്ട് കണ്ടോ, എലിവേഷനൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങിക്കാനായിട്ട് ഫണ്ട് റെഡി ക്യാഷ് അല്ല നിങ്ങൾ നോക്കുന്നത്, ലോണാണ് നോക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോണും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഈ വീട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് കാണാം, റെഡി ക്യാഷ് ആണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഫണ്ട് നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾ ലോണാണ് നോക്കുന്നതെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോൺ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമുക്ക് ട്രിവാൻഡ്രം പൊറ്റയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രം നമുക്ക് ട്രാവൽ ചെയ്താൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്ലേസിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി എന്നൊക്കെ നമുക്ക് ഇവിടെ വരാനാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ട്രാവൽ ചെയ്ത് എത്താൻ പറ്റുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, തന്നെ നമുക്ക് വേറെയും വീടുകൾ അടുത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന വഴി ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പുറ സൈഡ് ഫുള്ള് ടാറിട്ട നമുക്ക് റോഡാണ് വരുന്നത്. പിന്നെ ഇവിടെ ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 4,250 സെൻറ്റിൽ 1,800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ബാക്കി ബെഡ്റൂം 2 ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കണ്ടോ, അവിടെയൊക്കെ നമുക്ക് തടിയിലാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഫ്രണ്ട് ആ ഒരു പോർഷൻ ഫുള്ളും തന്നെ നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കുറേ ഭാഗത്ത് നമുക്ക് തടിയിലാണ് നമുക്ക് ഫർണിച്ചറൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലൂടെ കിടക്കാം. നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഗേറ്റും നമുക്ക് സിംഗിൾ ഒരു ഗേറ്റായിട്ടും നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ആ ഗേറ്റൊക്കെ നമുക്ക് തുറന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു വലിയൊരു കാർ വരെ, ഒരു SUV കാർ വരെ നമുക്ക് കയറ്റാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് അകത്തുണ്ടോ. ഇവിടെ നമുക്ക് സുഖമായിട്ട് അകത്ത് നമുക്ക് കവേർഡ് ഒരു കാർ പാർക്കിംഗ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അകത്ത് സുഖമായിട്ട് പാർക്ക് ചെയ്യാനും നമുക്ക് തിരിച്ച് നമുക്ക് വളയ്ക്കാനൊക്കെ തന്നെ നല്ല സ്പേസ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാറൊക്കെ ഉള്ളവർക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിണറും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ബാക്കിലായിട്ടുണ്ട്, അവിടെയാണ് നമുക്ക് കിണർ വരുന്നത്. പിന്നെ ഈ ഇവിടെ ആയിട്ട് നമുക്കൊരു ഗ്യാസ് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പോയിന്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങ് അറ്റത്തായിട്ട് നമുക്കൊരു നനകല്ലും നമുക്ക് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ തറ ഫുള്ളും കണ്ടോ, ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഇൻ്റർലോക്ക് ചെയ്ത് അപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഇൻ്റർലോക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് ഫ്രണ്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ 10x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. ഗ്രാനൈറ്റാണ് നമുക്ക് ഫ്രണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സൈഡിൽ വരുന്നുണ്ട് വുഡ്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ വരുന്ന വാൾ ഫുള്ളും തന്നെ വുഡൻ പാനലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറാൻ, അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക്, അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഡബിൾ ഡോർ വരുന്ന ഒരു ഡോറാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരു കിടിലൻ ഡിസൈൻ കൊടുത്തിട്ട് ഇവിടുത്തെ പൂട്ടൊക്കെ കണ്ടോ, മണിച്ചിത്രത്താഴ് പോലത്തെ ഒരു പൂട്ടൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന മെയിൻ എൻട്രൻസ് ഡോർ വരുന്നത്. പിന്നെ ഇവിടെ കട്ടള വരുന്ന ടൈപ്പാണ് ഈ ഒരു ഡോർ വരുന്നത്. നമുക്കപ്പം ഇത് തുറക്കുന്ന കാണിക്കാം. ഇങ്ങനെയാണ് നമുക്ക് തുറക്കാൻ പറ്റുന്നത്. ഇതിവിടെ നമുക്ക് ലോക്ക് ഈ ഒരു ഭാഗത്ത് അകത്തിട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് താക്കോൽ ചാവി, അപ്പോൾ ചാവി നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താണ് ലോക്കാവുന്നത്. അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടൊരു ലോക്കാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡബിൾ ഡോറാണ് ഇവിടെ, നമുക്ക് ഡബിൾ ഡോറാണ് നമുക്കിവിടെ വരുന്നത് കണ്ടോ. അപ്പോൾ കട്ടളയും വരുന്ന ഒരു ടൈപ്പാണ് ഇവിടുത്തെ എൻട്രൻസ് ഡോർ വരുന്നത്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു ലിവിങ് ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 14x14 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ്. നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ്. മുകളിൽ സീലിംഗ് വർക്ക് നമുക്ക് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ടെയിൽ കണ്ടോ, ഈ ഒരു ഡിസൈനാണ് നമുക്കിവിടെ ടെയിൽ. ഇപ്പോൾ കജേരയുടെ നമുക്ക് ടെയിലാണ് നമുക്കിവിടെ തറയിൽ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് കണ്ടോ TV യൂണിറ്റ് ഡെക്കോറൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം മൾട്ടിവുഡിലാണ് നമുക്ക് ഈ ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഹെവി ആയിട്ടുള്ള വലിയ TV വരെ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ താഴേക്ക് ധാരാളം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് കളർ പോലെ വരുന്നത് PVC പാനലിൻ്റെ ഒരു ഡിസൈനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ധാരാളം കബോർഡ്സ് നമുക്കിവിടെ പല ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല ഭാഗത്തായിട്ട് നമുക്ക് ധാരാളം കബോർഡ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയ 12x12 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് മുകളിൽ സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഓറഞ്ച് കളറായതുകൊണ്ട് തന്നെ നല്ലൊരു എടുപ്പുണ്ട് വൈറ്റിൻ്റെ കൂടെ. പിന്നെ നമുക്കിവിടെ ഒരു വാഷ് ബേസിൻ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്.
നല്ല ഭംഗിയായിട്ടുള്ളൊരു വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ആ ടെയിലൊക്കെ ഒരു ഗ്രാസിൻ്റെ ഒരു കളറൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മിറർ നമുക്ക് ഈ ഒരു സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ് ബേസിൻ്റെ ഡിസൈൻ വരുന്നത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഡെക്കോർ ഐറ്റം വയ്ക്കാൻ വേണ്ടിയൊക്കെയുള്ള ചെറിയ സ്പേസ് നമുക്ക് ഈ ഒരു ഷെല്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണാണ് കാണേണ്ടത്. നമുക്ക് ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. കിച്ചണിലെ കളർ തീമുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം വൈറ്റിൻ്റെ കൂടെ ഈ ഒരു കളർ കൂടെ വരുമ്പോഴത്തേക്ക് നല്ല അട്രാക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന കിച്ചൺ ഫുള്ളും മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കണ്ടു. അപ്പോൾ ഇതിൻ്റെ മുകളിലും താഴെയായിട്ടൊക്കെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സിങ്ക് കണ്ടോ, മൾട്ടി ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു സിങ്കാണ് വരുന്നത്. ഈ സിങ്കൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിങ്കാണ് ഈ ഒരു മൾട്ടി ഫങ്ഷനിങ് ആയിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടുണ്ട് ഒരു അടുപ്പും അമ്മിക്കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സിങ്ക് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള വഴി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം 14x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. മുകളിൽ സീലിംഗ് ഉണ്ടോ, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടെ വിൻഡോ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കണ്ടോ മൾട്ടിവുഡിൽ നമുക്ക് ഇവിടെ സ്റ്റഡി ടേബിൾ പോലെയും പിന്നെ ഇവിടെ ബുക്കൊക്കെ വയ്ക്കാനുള്ള സ്പേസും നമുക്ക് ഒരുങ്ങാനൊക്കെയുള്ള ഒരു സ്പേസ് എന്നൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തായിട്ട് നമുക്ക് തടിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതിലും നമുക്ക് മിറർ വരുന്നുണ്ട്. ഇതാണ് തടിയിൽ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ് വരുന്നത്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാത്റൂമൊക്കെ നമുക്ക് നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ് ഈ ഭാഗത്ത് വരുന്നത്. ഒരു ലീഫിൻ്റെ ഡിസൈനാണ് ടെയിൽ വരുന്നത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടെയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം. നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് കയറേണ്ടത്. ഗ്രാനൈറ്റാണ് നമുക്ക് ഇവിടെ തറയിൽ ഇട്ടിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തെ ഡിസൈൻ ഉണ്ടോ, നമ്മളിവിടുത്തെ ഹാൻഡിൽസും ഫുള്ളും തന്നെ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി മുകളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമുക്ക് സൈഡിലായിട്ട് ഇവിടെ ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഇവിടെ നിന്ന് ലൈറ്റിംഗ് കിട്ടുന്ന രീതിക്ക് സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 16x14 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ കയറി വന്ന സ്റ്റെയർ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് കയറി വന്നത്. നമുക്ക് ഇവിടെ മുകളിൽ വരുമ്പോഴത്തേക്ക് 16x14 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഹോളിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. മറ്റേ മുകളിൽ എത്തുമ്പോഴത്തേക്ക് അപ്പോൾ മുകളിൽ നമ്മൾ നോക്കുമ്പോൾ സീലിംഗ് വർക്ക് ഉണ്ടോ, സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തും ഒരു ബെഡ്റൂം അപ്പുറത്ത് ആ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇനി ബെഡ്റൂമിൻ്റെ വിശേഷം കൊണ്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. നമുക്ക് വരുന്ന സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. 14x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ 2 സിംഗിൾ വിൻഡോയും ഇവിടെ ആയിട്ട് ഒരു 3 ഡോർ വരുന്ന ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, വലിയൊരു മിററൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാത്റൂം തന്നെ കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സും നമുക്കിതിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത് ഒരു ബെഡ്റൂം ഉള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ 16x14 ഡയമെൻഷനിലുള്ള ഒരു വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ മുകളിൽ സീലിംഗ് സ്ട്രിപ്പ് ലൈറ്റ് ആണ് പുറകിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 ഭാഗത്തായിട്ട് 2 വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നമുക്ക് വാർഡ്രോബ് ഈ ഒരു ഡിസൈനാണ് വരുന്നത്. തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഇപ്പുറത്തെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്കിവിടെ ഒരുങ്ങാൻ വേണ്ടിയൊക്കെയുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. കണ്ട ഒരു വലിയൊരു മിറർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ മേക്കപ്പ് ഐറ്റമൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്.
ലീഫിൻ്റെ തീമുള്ള ഒരു ടെയിലാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഗ്രിപ്പിംഗ് കിട്ടുന്ന ടൈപ്പ്, അപ്പോൾ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടെയിൽ താഴെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിന് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി നോക്കാം. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. 12x4 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് ഈ ഒരു ബാൽക്കണിയുടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് നമുക്ക് സ്റ്റീലും ഗ്ലാസും കൂടെ വരുന്നൊരു ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ വേറെ വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ബാൽക്കണി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചുമരിൽ ഫുള്ളും തന്നെ വുഡൻ പാനൽ യൂസ് ചെയ്തിട്ടുണ്ടോ. ഫുള്ള് നമുക്ക് വുഡൻ പാനൽ ഈ ഒരു ഭാഗത്ത് 2 ഭാഗത്തായിട്ട് നമുക്കിവിടെ വുഡൻ പാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 70 ലക്ഷമാണ്. അത് തീർത്തും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലോണാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്കപ്പോൾ വീട് വന്ന് റെഡി ക്യാഷാണ് വീട് വന്ന് കാണണമെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും വീട് വന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ലോണിനാണ് നോക്കുന്നവരെങ്കിൽ ലോണിന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലോണ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോയിലായിട്ടോ, ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴോട്ടുള്ള വീടാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അതിൽ മുകളിലോട്ടുള്ളതും 1 കോടിക്ക് പുറത്തൊക്കെ ഉള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇപ്പോൾ ധാരാളം വീട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.